ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, എനർജിയുടെ യൂണിറ്റ്, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? KWH ആണ്. പക്ഷെ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂൾ ആണ്. അപ്പൊ ഈ രണ്ട് ഡിഫറൻസ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. നമ്മളിപ്പോ ഇന്ന് ഈ ഒരു സെഷനുമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ ആ ഒരു സ്ലൈഡിൽ കാണുന്ന പോലെ തന്നെ അല്ലെ, ഒരു 80 ഡേയ്സ് സ്റ്റഡി പ്ലാൻ. അപ്പൊ നമുക്കറിയാം, നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു 48/2026 എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്പർ ഇറങ്ങിയിട്ടുള്ള 48/2026 എന്ന കാറ്റഗറി നമ്പർ ഇറങ്ങിയിട്ടുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ലെ, അതായത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിട്ടുള്ള ആ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് 5/8/2026 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നമുക്ക് വന്നത് അല്ലെ. അപ്പൊ ആ ഒരു ലാസ്റ്റ് ഡേറ്റിനായിട്ട് വന്നിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനിലെ എങ്ങനെ നമുക്ക് അതിന്റെ ഒരു സിലബസ് നമുക്കറിയാം. ഇപ്പോൾ ആസ് പെർ PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, മാക്സിമം തന്നെ പെട്ടെന്നായിട്ട് എക്സാം നടത്തുക എന്നുള്ളതാണ് അല്ലെ. അത് നോട്ടിഫിക്കേഷൻ വന്ന ഒരു 6 മാസത്തിനുള്ളിൽ എക്സാം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നടത്തുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു 6 മാസത്തിനുള്ളിലൊക്കെ നമുക്ക് ഇനി എക്സാം വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കിപ്പോ ഇതിന്റെ ഒരു നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് കൺസിഡർ ചെയ്ത് നിൽക്കുകയായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 80 ദിവസം കൊണ്ട്, 80 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് നമ്മുടെ റിവിഷൻ അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. റിവിഷൻ, പ്രാക്ടീസ്, എക്സാം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ 80 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിനനുസരിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. മാക്സിമം ഈ 80 ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന ദിവസം കൊണ്ട് നിങ്ങൾ ടോപ്പിക് ക്ലിയർ ചെയ്യുക, ബാക്കി നിങ്ങൾ റിവിഷനും അതേപോലെ തന്നെ നമുക്കറിയാം എക്സാം പ്രാക്ടീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് വെറുതെ പഠിക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം എക്സാംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, മാക്സിമം MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തൊരു ഇതെടുക്കുക അല്ലെ, അതായത് നമ്മളൊരു സ്മാർട്ടായിട്ട് എന്ത് ചെയ്യുക, ഇതിനെ പ്ലാൻ ചെയ്ത് സ്മാർട്ടായിട്ട് പഠിച്ച് സ്മാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഒരു അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എത്തിക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഒരു 80 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ഒരു സ്റ്റഡി പ്ലാൻ ആണ്, ഒരു കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ട് വരുന്ന, ഡെയിലി നിങ്ങൾ എത്ര ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ MCQ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളും, അതേപോലെ തന്നെ റിവിഷൻസും അസസ്മെന്റും ആയിട്ടുള്ള കാര്യങ്ങളും, ഇതെല്ലാം നമ്മളിപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു സ്മാർട്ട് പ്ലാൻ ഉണ്ടായിരിക്കും, കംപ്ലീറ്റ് സിലബസ് അനാലിസിസ് ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് സിലബസ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ പറയുന്നതിന് കൂടെ തന്നെ നിങ്ങൾ അവിടെ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ഫോക്കസ് ചെയ്ത് നോക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നുണ്ടാവുക. പ്രീവിയസ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാംസ് വെച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി നമ്മളിപ്പോൾ ഇതിന്റെ ഒരു സിലബസ് അനാലിസിസ് വെച്ചിട്ട് നമുക്കൊരു സാധാരണ ഇപ്പൊ ഇതിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിമി പാറ്റേൺ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. ഇപ്പൊ ഡിപ്ലോമ ലെവൽ എക്സാം ആണ്, എന്നാലും നമ്മൾ ആ ഒരു ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇന്നാലും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പാറ്റേൺ നമുക്ക് IT ലെവലിലാണ് സാധാരണ നിമി പാറ്റേൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മളൊരു എക്സാം ആണ് നോക്കുന്നുണ്ടെങ്കിലും, കാരണം നമുക്കറിയാം ജൂനിയർ ഇൻസ്ട്രക്ടർ IT എന്നൊക്കെ പറയുന്ന എക്സാമിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിലബസ് ആണിത്. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലെ എക്സാംസിനും നമുക്ക് ഇതേ സിലബസ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിമി ബേസ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരാറുണ്ട് കേട്ടോ. അപ്പൊ അതുണ്ട് അതിന്റെ കൂടെ തന്നെ കുറച്ചും കൂടി ഡെപ്ത്, അല്ലെങ്കിൽ നമുക്കറിയാലോ ഇപ്പോൾ IT ലെവൽ എക്സാമിനേക്കാൾ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഹയർ ലെവലിൽ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെ. അതായത് നമുക്ക് പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കും BTech കഴിഞ്ഞവർക്കും ആയിട്ട് നടക്കുന്ന ഒരു എക്സാം എന്നുള്ള രീതിയിൽ പറയാം. BTech കഴിഞ്ഞവെന്ന് പറഞ്ഞാൽ അതിന് മേലേക്കും നമുക്ക് പറ്റും. പ്രധാനമായിട്ടും ആ ഒരു ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നുണ്ടാവും അല്ലെ. അപ്പൊ പിന്നെ ഡെയിലി നിങ്ങൾ എന്തൊക്കെ കൺസെപ്റ്റ് ചെയ്യണം, അതായത് ഡെയിലി ഓരോ ദിവസവും നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. 80 ദിവസം എന്ന് പറഞ്ഞാൽ 80 ദിവസവും നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ എങ്ങനെയാണ് MCQ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരു റിവിഷൻ അല്ലെങ്കിൽ അസസ്മെന്റ് ക്രൈറ്റീരിയ ഒക്കെ നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇലക്ട്രിക്കൽ ടെക്നോളജി, ഇലക്ട്രിക്കൽ മെഷീൻസ്, പവർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുള്ളൂ. അതേപോലെ തന്നെ കൺട്രോളിങ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് പവർ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ വർക്ക്ഷോപ്പ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രാക്ടിക്കൽ വർക്ക് ചെയ്യാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കറിയാം ഇതിപ്പോൾ ഒരു ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കറിയാം അല്ലേ. ഇത് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, കുറച്ചും കൂടി ടീച്ചിങ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് വരുന്നുണ്ടാവുക, ലാബുകളിലൊക്കെ വരുന്ന ഒരു പോസ്റ്റ് ആണ് വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാം, ഒരു വർക്ക്ഷോപ്പിൽ, അതായത് നമുക്ക് പ്രാക്ടിക്കൽ കൺസെപ്റ്റ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും കൂടി ആൻസർ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. അപ്പൊ നമ്മളൊരു 80 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നോട് പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സലൻസ് ആയിട്ടുള്ള ടുമാറോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വരുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു 80 ദിവസം കൊണ്ട് ഫോക്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ.
ഫോക്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. പിന്നെ പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കറക്റ്റ് ആ ഒരു റിവിഷൻ പ്ലാനും അതേപോലെ തന്നെ അസസ്മെന്റ് പ്ലാനും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എന്താണ് പ്രാക്ടീസ് ചെയ്യണം, മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക അല്ലെ. അപ്പൊ എങ്ങനെ നമ്മൾ അതിനൊരു സ്റ്റഡി ചെയ്യണം, എങ്ങനെയാണ് അതിന്റെ സ്റ്റഡി മെത്തേഡ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഒരു ടാർഗറ്റ് അതേപോലെ തന്നെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഒരു പൂർണ്ണമായിട്ടും എക്സാം എങ്ങനെ ആയിരിക്കണം എന്നുള്ള അതിന്റെ സെറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ നമ്മുടെ മനസ്സിൽ വേണം കേട്ടോ. ഇത് എങ്ങനെ നമുക്ക് എഴുതാം, എങ്ങനെ ആയിരിക്കണം ഇതിന്റെ ഒരു എക്സാം വരുന്നുണ്ടാവുക, അതേപോലെ തന്നെ ഏതാണ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നതാണ് ഫസ്റ്റ് അഡ്വൈസ് എന്നുള്ള കാര്യം അല്ലെ. ഫസ്റ്റ് റാങ്ക് എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല, ഫസ്റ്റ് 100 റാങ്കിനുള്ളിൽ അല്ലെ 10 റാങ്കിനുള്ളിൽ വരണം എന്നും പറയുന്നില്ല. നമ്മൾ എടുക്കേണ്ട ഒരൊറ്റ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് അഡ്വൈസ് നമുക്ക് എന്ത് ചെയ്യണം, കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതായത് റാങ്ക് കാര്യങ്ങളൊന്നും അല്ല പ്രധാനമായിട്ടുള്ളത്, അതൊക്കെ നമുക്ക് വേണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടത് നമ്മൾ ആ ഒരു ഫസ്റ്റ് അഡ്വൈസ് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക അല്ലെ. അപ്പൊ അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് സിലബസ് എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത്. അപ്പൊ സിലബസ് ഞാൻ പറഞ്ഞു ടെന്റേറ്റീവ് ആയിട്ടുള്ള സിലബസ് ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. അതായത് ഒഫീഷ്യൽ ആയിട്ട് സിലബസ് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾക്കും അതേപോലെ തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമിനും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിലബസ് നമ്മളെ കയ്യിലുണ്ട് അല്ലെ. അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എക്സാമിന് യൂസ് ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ എന്താണ് ഇപ്പൊ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ SCDD ഡിപ്പാർട്ട്മെന്റിൽ വന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ് നമ്മളെ ഒരുപാട് സൂപ്പർവൈസർ എക്സാംസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാണ് നമ്മളെ കഴിഞ്ഞ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിനെല്ലാം PSC ഒരേ സിലബസ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സിലബസ് നമ്മളെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അല്ലെ. അപ്പൊ അത് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി അല്ലെ. ഇനി നമുക്ക് എപ്പോഴാ കിട്ടുന്നുണ്ടായിരിക്കുക, നമുക്കൊരു 3 മാസം മുന്നേ അല്ലെ കൺഫർമേഷൻ വരുന്ന സമയത്ത് നമുക്ക് എക്സാക്ട് സിലബസ് എന്ത് ചെയ്യുള്ളൂ, PSC പറയുള്ളൂ. പക്ഷെ അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോപ്പിക് ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിത്തിങ് അതായത് എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് അതിനകത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രമേ ക്ലിയർ ചെയ്യാൻ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ സിലബസ് വന്നിട്ട് പഠിക്കാം എന്നുള്ളത് വെച്ച് നിൽക്കണ്ട. നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ മുതൽ തന്നെ എന്ത് ചെയ്യുക, പഠനം തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇപ്പൊ നാളെ തൊട്ടാണ് പഠനം തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് സിലബസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇപ്പൊ സിലബസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് ഒക്കെ എടുക്കാൻ പറ്റുന്നതാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് അടിച്ചു കൊടുത്താൽ മതി. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ എന്നുള്ളത് സിലബസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലോ. അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എന്ന് കൊടുത്തിട്ട് സിലബസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഇനി അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. ആ സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ഒരു സെഷനോട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അപ്പൊ ആ സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ നിങ്ങൾക്ക് തരുന്നത് ആ ടോപ്പിക് എങ്ങനെ നമുക്ക് ഇത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ തരുന്നത് കേട്ടോ. അതായത് ടോപ്പിക് എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും ഒരു ദിവസം നിങ്ങൾക്ക് ഈ ടോപ്പിക് പഠിക്കാൻ വേണ്ടി എത്ര സമയം നിങ്ങൾ എടുക്കണം, നമ്മൾ ജസ്റ്റ് ഒരു ടൈം അവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ കണ്ട് ആ ഒരു എടുക്കാൻ പറ്റുന്ന ടൈമിന് മാക്സിമം എടുക്കുക അല്ലെ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഒരു ദിവസത്തിന് എടുക്കുന്നത് 2 ദിവസമായിട്ട് മറ്റേ നമുക്ക് എന്തൊന്ന് ഫോക്കസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ. കാരണം ഞാൻ പറയുന്നു ഓരോരുത്തർക്കും അതിന്റെ ഒരു ചില സബ്ജക്റ്റുകൾ എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, ചില സബ്ജക്റ്റുകൾ പഠിക്കാൻ കുറെ ടൈം വേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ത് ചെയ്യുക അതിനകത്ത് നടത്തുക. ടൈമും നിങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ടൈം നിങ്ങൾ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സമയത്ത് ഞാനിത് പഠിക്കണം, ഒരു ദിവസം എത്ര മണിക്കൂർ ഞാൻ ഇതിന് ചെലവഴിക്കും. ഞാൻ പറയുന്നു മിനിമം ഒരു 8 to 10 hours ഒക്കെ നിങ്ങളുടെ കയ്യിൽ ചെലവാക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അതിന് മീതേക്ക് വേണമെന്നില്ല, 10 hours ഒക്കെ നമുക്ക് എടുക്കാം. ബാക്കി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. കാരണം അത് ഓരോരുത്തരെ ഇതിനനുസരിച്ചിട്ടാണ്. ഞാൻ അപ്പോഴും പറയുന്നത് നമ്മളിപ്പോ ഈ ഉറക്കം ഒഴിച്ച് പഠിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് ഉറക്കം ഒഴിക്കണം. പക്ഷെ എന്ത് ചെയ്യാണ്, നമ്മൾ സാധാരണ ഇതിൽ ഉറങ്ങാതെ പഠിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് അത് എന്ത് ചെയ്യാലോ, കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ട് എക്സാമിനെ നമുക്ക് അത് ബാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രത്തോളം പഠിച്ച ഓർമ്മയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പൊ നിങ്ങൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഒരു ടൈം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മറ്റെവിടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള എൻഗേജ് ആയിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും, പഠിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആരാണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. എത്ര സമയം എനിക്കിത് പഠിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ ടെക്നോളജി ഉള്ളതാണ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ഉള്ളതാണ്, ഇലക്ട്രോണിക്സ് ഉള്ളതാണ്, മെഷർമെന്റ്സ് ഉള്ളതാണ്, കൺട്രോൾ സിസ്റ്റം, അതുപോലെ തന്നെ എന്ത് ചെയ്യല്ല ഈ പവർ സിസ്റ്റം നമുക്ക് അതിന് സിലബസ് ബേസ് ആയിട്ട് വരുന്നില്ല. പവർ സിസ്റ്റത്തിന് ഇപ്പോൾ നമുക്കറിയാം സാധാരണ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്രാൻസ്ഫോമേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പവർ സിസ്റ്റത്തിന്റെ ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യുക അതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് AC ജനറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ കൺട്രോൾ സിസ്റ്റം നമുക്ക് പൂർണ്ണമായിട്ടും അതിനകത്ത് വരുന്ന ഒരു കൺസെപ്റ്റ് അല്ല. അപ്പൊ സിലബസ് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ.
അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. അതായത് ഇപ്പൊ നമുക്കറിയാം എക്സാം നമുക്ക് വന്നിട്ടില്ല, അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഈ തുടങ്ങിയിട്ടേ ഒരു 5 ദിവസം 6 ദിവസം ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഈ ഫോക്കസ് ചെയ്തിട്ട് ഈ ഒരു സിലബസ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ആ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ നോക്കി നമ്മൾ പോകും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ബാക്കിലേക്ക് വന്നു തുടങ്ങും. അതായത് 5 ദിവസം കഴിഞ്ഞ് പിന്നീട് ഓരോ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ആ ടോപ്പിക് ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ വരാതെ വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകും കേട്ടോ. അപ്പൊ അതില്ലാതെ എന്നും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ഫോക്കസ് ചെയ്ത് നിങ്ങളെടുത്തൊരു ടൈമാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറയണ ഒരു 6 അവേഴ്സ് നിങ്ങൾ പഠിക്കും എന്നുള്ളടത്താണ് കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ ഒരു വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ തന്നെ 6 അവേഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ മോർണിംഗ് കുറച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ രാത്രി കിട്ടുന്ന ടൈം കൂടി വെച്ചിട്ട് നമുക്ക് ഒരു 6 അവേഴ്സ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഒപ്പിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് 6 അവേഴ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഒരു 4 അവേഴ്സ്, ഒരു 4 to 6 അവേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ഒന്നുകൂടി അതിലേക്ക് വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു 4 to 6 അവേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ 4 to 6 അവേഴ്സിനുള്ളിൽ ഒരു ടൈം നിങ്ങൾ ഒരു ദിവസം കുറയാൻ പാടില്ല കേട്ടോ. ഒരു ദിവസം കുറയാനും പാടില്ല, ഒരു ദിവസം കൂടും വേണ്ട. ആ ടൈം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അതും കണ്ടിന്യൂസ് ആയിട്ട് 6 അവേഴ്സ് നമ്മൾ ഇരുന്ന് പഠിക്കണം എന്ന് പറയുന്നില്ല. അത് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ഇപ്പൊ നമുക്കറിയാം ഗ്രാസ്പ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിലും കാര്യങ്ങളൊക്കെ വന്ന് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. നമുക്ക് ആദ്യം ഇരിക്കുന്നവരെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇത് ഈ ദിവസങ്ങൾ കൂടുന്തോറും ഉണ്ടാവുന്ന പ്രശ്നം നമുക്ക് ആ ഒരു ആദ്യത്തെ ആ 1 മണിക്കൂർ 6 മണിക്കൂറിനുള്ളിൽ ഉണ്ടാവും കേട്ടോ. കാരണം നമുക്കറിയാം 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് മറ്റേ ആകെ ഒരു ഇതായിരിക്കും അല്ലെ, ഇത് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പൊ അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഇന്റർവെല്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോട്ടോ. പിന്നെ ഉള്ളത് ഫോക്കസ് ആൻഡ് എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫോക്കസ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് പഠിച്ചു പോവുക. പ്രധാനമായിട്ടും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മളിപ്പോൾ ഈ ടൈം പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് നമുക്ക് പോകുന്ന കാര്യങ്ങളാണ് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം നമ്മളിപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ സാധാരണ ക്ലാസ്സുകൾ പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈൽ എടുത്തിട്ടോ ChatGPT അതുപോലെ ജെമിനി പോലത്തെ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ അവിടെ യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആ സാധനത്തിൽ തന്നെ നിൽക്കണം. അപ്പുറത്ത് യൂട്യൂബ് ഉണ്ടാവും, അതിന്റെ തൊട്ടപ്പുറത്ത് ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, അപ്പുറത്ത് ഫേസ്ബുക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യരുത്, പോവരുത്. ഇനി ഉണ്ടല്ലേ ബാക്കി കുറെ സോഷ്യൽ മീഡിയ ഇതുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റിൽ പറഞ്ഞു എന്നുള്ളൂ. സ്നാപ്ചാറ്റ് പോലത്തെ ഒരുപാട് എണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അതൊന്നും പോരാത്ത OTT പ്ലാറ്റ്ഫോംസിനുള്ള ചിലപ്പോൾ ഇതുണ്ടായിരിക്കും. ഇതൊന്നും വേറെ പോരാത്തതിന് ഗെയിംസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമുക്ക് അവിടെ ചിലപ്പോൾ 10 മിനിറ്റിനാണ് നമ്മൾ മൊബൈൽ എടുത്തതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ അത് ഓക്കെ, അതും കൂടി ഒരു കൺസെപ്റ്റ് ആട്ടോ. അതായത് നിങ്ങളിപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനൊരു ചെറിയ ഇന്റർവെൽ ഒക്കെ എടുത്തിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഇന്റർവെലിന് 10 മിനിറ്റിനാണ് നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിലും 10 മിനിറ്റിൽ അത് നിൽക്കില്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും മൊബൈൽ, സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുള്ള അൺനെസസറി ആയിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഈ സമയത്ത് നിങ്ങൾ ഒഴിവാക്കുക. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു 80 ദിവസം അല്ലെങ്കിൽ എന്നാണോ എക്സാം വരുന്നത് അതുവരെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ഫസ്റ്റ് അഡ്വൈസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമുക്കൊരു ഗവൺമെന്റ് ജോബ് എന്നുള്ള രീതിയിൽ അല്ലെ, അല്ലെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് സർവീസിലേക്ക് കയറാനുള്ള ഒരു അവസരം കൂടിയാണ് കിട്ടുന്നത് അല്ലെ. അതും പ്രധാനമായിട്ട് നമുക്കൊരു ടീച്ചിങ് പോസ്റ്റ് പോലുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കയറാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിക്കുക. പിന്നെ മേക്ക് ഷോർട്ട് നോട്ട്സ് ആൻഡ് സമ്മറി എന്നാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്. നിങ്ങൾ ക്ലാസ്സുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മളെ പ്ലാറ്റ്ഫോമിൽ തന്നെ, ഇപ്പൊ എൻട്രി പോലത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതും സിലബസ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത്രയും നമുക്ക് റിസൾട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആട്ടോ ഈ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കിട്ടുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സുകൾ അനുസരിച്ച് നിങ്ങൾക്ക് ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാം. അതിനുള്ള റെഫറൻസ് മീഡിയം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിച്ചു പോവാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ആ നോട്ട്സോ കാര്യങ്ങളോ അത് പ്രിന്റ് എടുത്ത് അതന്നെ യൂസ് ചെയ്യാന്നല്ലാതെ നിങ്ങൾക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത്, കാരണം നമ്മളിപ്പോ ജസ്റ്റ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് എന്താണോ മനസ്സിലായിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊരു ഷോർട്ട് നോട്ട് ആയിട്ട് അതൊരു സമ്മറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. പ്രധാനമായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് നമുക്കൊരു കൺസെപ്റ്റ് അതിന് കുറെ യൂണിറ്റുകൾ പഠിക്കാണ്ടെന്ന് കരുതുക. അപ്പൊ യൂണിറ്റുകളൊക്കെ നിങ്ങൾ ഈ ഷോർട്ട് നോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഇന്നതൊക്കെയാണ് യൂണിറ്റുകൾ വരുന്നുണ്ടാവുക. ചിലപ്പോൾ ഡിറൈവ്ഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അതിന്റെ SI ക്വാണ്ടിറ്റി അല്ലാതെ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, എനർജിയുടെ യൂണിറ്റ്, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ്, KWH ആണ്. പക്ഷെ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ജൂൾ ആണ്. അപ്പൊ ഈ രണ്ട് ഡിഫറൻസ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. കൂടുതലും PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ പറയുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് എന്നുള്ളതും പറയുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. പിന്നെ പ്രാക്ടീസ് ഡെയിലി, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇതിനകത്ത് ഡെയിലി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ നേരത്തെ ChatGPT, ജെമിനി പോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ.
അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം എത്രയാണോ കംപ്ലീറ്റ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലോ ഒരു ദിവസം ഇത്ര കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ആ ഒരു ടോപ്പിക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 10-15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ നമ്മളെ ക്ലാസ്സുകൾ നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. 5 ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കും സെൽഫായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ബേസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ അത് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു പോരാ. പിന്നെ എന്താ ഉള്ളത്, റിവൈസ് ആൻഡ് റിപ്പീറ്റ് എന്നാണ് അല്ലെ. നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു തവണ നിങ്ങൾ പഠിച്ചതായിരിക്കും, പക്ഷെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് നിൽക്കുക കേട്ടോ. അതായത് വീണ്ടും നമ്മൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റ്, കാരണം നമ്മളൊരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനാണ് പോണത്. ആ കോമ്പറ്റീറ്റീവ് എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം, അതിനകത്ത് ഫോക്കസ് ചെയ്തിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇതായിട്ട് ടൈം മാനേജ്മെന്റ് വെച്ച് പഠിച്ചു പോരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ബാക്കിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ നോക്കുന്നത്. ഡേ 1 മുതൽ ഡേ 80 വരെയുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ പറയുന്നുണ്ട്. ഓരോ മൊഡ്യൂളിനും 5 ദിവസം പഠിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ദിവസം എന്താണ് ആ മൊഡ്യൂള് റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഒരു മൊഡ്യൂൾ മാത്രമല്ല, അത് നമ്മളിങ്ങനെ പോകുന്ന മുറയ്ക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ള മൊഡ്യൂളും കൂടെ അതിന്റെ കൂടെ ആയിട്ട് ഒന്ന് ഷോർട്ട് റിവൈസ് എന്നുള്ള രീതിയിൽ പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്ലാൻ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, എപ്പോഴും ഇതിനകത്ത് ഒരു ഫോക്കസ് ചെയ്ത് നമ്മൾ നിൽക്കണം. കാരണം എപ്പോഴും നമ്മൾ അതിന്ന് ഔട്ട് പോകരുത്. നമ്മൾ ഏത് ടോപ്പിക് ആണെങ്കിലും അതിന് ഔട്ട് പോകരുത്. ഔട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഡേ 1 to ഡേ 5 എന്ന് പറയുന്നത് നമ്മൾ മൊഡ്യൂൾ 1 ആണ് പറയുന്നുണ്ടാവുക. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് അറിയാം, ആ ഒരു സിലബസ് അനുസരിച്ച് നമുക്ക് മൊഡ്യൂൾ 1-നകത്ത് വരുന്ന കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, ബേസിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഓംസ് ലോ ഉണ്ട്, അതേപോലെ തന്നെ സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട് ഉണ്ട്, ക്രിച്ചോഫ് ലോ ഉണ്ട് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നിന്ന് വരുന്നുണ്ടാവുക. ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആറ്റം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് തുടങ്ങിയിട്ട് ഇലക്ട്രിക്കൽ എനർജി, പവർ, അതിന്റെ ഡെഫിനിഷൻസ്, യൂണിറ്റ്, ഇതൊക്കെ നമ്മളോട് എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഡെഫിനിഷൻ, യൂണിറ്റ് ഒക്കെ നമ്മളോട് എടുത്ത് പറയുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് നിന്ന് നോട്ട് ചെയ്ത് പോവാം അല്ലെ. പിന്നെ നമുക്ക് ഓംസ് ലോ ആണ്. ഓംസ് ലോയുടെ കണ്ടീഷൻസ്, ലിമിറ്റേഷൻസ്, ഓംസ് ലോയുടെ ആ ഒരു ഗ്രാഫ്, ഓംസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ്, ഇക്വേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെയുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആണ്. അപ്പൊ നമുക്ക് ഓംസ് ലോയും അതേപോലെ തന്നെ സർക്യൂട്ട്സും കൺസിഡർ ചെയ്തിട്ട് നമുക്ക് വരുന്ന പവർ, എനർജി തുടങ്ങിയുള്ള ഇക്വേഷൻസ് ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ദെൻ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്സ് പഠിക്കുക. സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട് പഠിക്കുന്ന സമയത്ത് ഒപ്പം തന്നെ എന്ത് ചെയ്യാം, അതിന്റെ 5ാമത്തെ ദിവസമായിട്ട് ക്രിച്ചോഫ് ലോയും നമുക്ക് പഠിക്കാം അല്ലെ. അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ, അതായത് KCL-ഉം KVL-ഉം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഓൾമോസ്റ്റ് ഇപ്പൊ സീരീസ് ആൻഡ് പാരലൽ പഠിക്കുമ്പോൾ അവിടെ റെസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു 5 ദിവസം കൊണ്ട് നമ്മളെ മൊഡ്യൂൾ 1 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾമോസ്റ്റ് എന്നല്ല 100% ആ മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും അല്ലെ. ഇനി 6ാമത്തെ ദിവസം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ മൊഡ്യൂളിലും പോകാം കേട്ടോ. 6ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസോ കൺസെപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ദെൻ മൊഡ്യൂൾ 1 ടോട്ടലി ഇതുവരെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നമ്മളിപ്പോ സ്റ്റാർട്ടിങ് ആദ്യ ദിവസം മുതൽ ആ ഒരു 5ാമത്തെ ദിവസം വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ 6ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. അതിനുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് ഒന്നുകൂടിയൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി 2ാമത്തെ മൊഡ്യൂളിന് 7ാം ദിവസം മുതൽ 10ാം ദിവസം വരെ അല്ലെ, സോറി 7, 8, 9, 10, 11ാമത്തെ ദിവസം വരെ അല്ലെ, നമുക്ക് 2ാമത്തെ മൊഡ്യൂളിന് വേണ്ട ദിവസങ്ങളാണ്. അതായത് ടോപ്പിക് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമുക്ക് അതിനകത്ത് ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്, പെർമിറ്റിവിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ്, ഫ്ലക്സ് ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതായത് ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, പെർമിറ്റിവിറ്റി പറയുമ്പോൾ അബ്സല്യൂട്ട്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഫ്ലക്സ് എന്താണ്, ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ദിവസം വെച്ചിട്ട് പഠിച്ചു വെക്കുക. അതിന്റെ കൺസെപ്റ്റ് ആട്ടോ. കാരണം നമുക്ക് അത്ര ഡെപ്തിലായിട്ട് ഓരോന്നും ഇറങ്ങിപ്പോണ്ട് വേണ്ട, ബേസിക്സ് ആയിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ചെറിയ പ്രോബ്ലംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി വയ്ക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതിനകത്ത് വരുന്ന ഒരു പോർഷൻ തന്നെയാണ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. കപ്പാസിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കപ്പാസിറ്റേഴ്സ് സീരീസ്, പാരലൽ, കപ്പാസിറ്റർ ഡെഫിനിഷൻ, അതുപോലെ തന്നെ കപ്പാസിറ്റർ ഡയലക്ട്രിക് സ്ട്രെങ്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനകത്ത് നിന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതാണ് 2ാമത്തെ ദിവസം ഉണ്ടായിരിക്കുക. അതായത് മൊഡ്യൂൾ 2-ന്റെ 2ാമത്തെ ദിവസം. മൊഡ്യൂൾ 2-ന്റെ 3ാമത്തെ ദിവസം മാഗ്നറ്റിസമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. മാഗ്നറ്റിസമായിട്ട് റിലേറ്റ് ചെയ്ത് പെർമിയബിലിറ്റി, അതുപോലെ തന്നെ കുളംസ് ലോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവിടെ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിസം ആണ് അടുത്ത 4ാമത്തെ ദിവസം എന്ന് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ ഒരു കണ്ടക്ടർ അല്ലെ, എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കുക, അതിനെ വെച്ച് റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ദെൻ ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്.
സെൽഫ് എക്സൈറ്റഡ് EMF, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് EMF, അതുപോലെ തന്നെ നമുക്ക് സാധാരണ എന്ത് ചെയ്യാ പറയുന്നത് ഈ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് പഠിക്കാം. 12ാമത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് അതിന്റെ എന്താണ് നമുക്ക് റിവിഷൻ നോക്കാം അല്ലെ. രണ്ടാമത്തെ മൊഡ്യൂളിന്റെ റിവിഷൻ, അതുപോലെ തന്നെ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നത് ഒന്നും കൂടി റിവൈസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ ഡേ 13 മുതൽ 13 മുതൽ അടുത്ത 17 വരെ അല്ലെ, 17 വരെ നമുക്ക് എന്ത് ചെയ്യണം മൊഡ്യൂൾ 3യിലാണ് നമുക്ക് നിൽക്കുന്നുണ്ടാവുക. നമ്മൾ ഇപ്പൊ ഈ ഒരു സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ എന്ന് പറയാൻ പറ്റുന്ന മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഫണ്ടമെന്റ്സ് ഓഫ് AC സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ അല്ലേ. നമ്മൾ ഓൾറെഡി വിട്ടുപോയ ഒരു കാര്യമുണ്ട്, എല്ലാ മൊഡ്യൂളിനും 10 മാർക്കാണ് വരുന്നുണ്ടാവുക കേട്ടോ. എല്ലാ മൊഡ്യൂളിനും 10 മാർക്കാണ് വരുന്നുണ്ടാവുക. 5 ടോപ്പിക് ആയിട്ട് വരുമ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ കിട്ടുന്ന രീതിയിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പഠിച്ചു പോകേണ്ടത് കേട്ടോ. ഓരോ ദിവസം 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പഠിച്ചു പോകുന്നത്. ആ ടോപ്പിക്കിൽ നിന്നും 2 ക്വസ്റ്റ്യൻ എങ്കിലും കൺസിഡർ ചെയ്തിട്ടാണ്, 2-3 ക്വസ്റ്റ്യൻസ് അല്ലേ, 2 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ 5 ടോപ്പിക് ആണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് കിട്ടുന്ന രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ച് പോകേണ്ടി വരിക കേട്ടോ. AC ഫണ്ടമെന്റ്സ് ആണ്. AC ഫണ്ടമെന്റ്സ് പറയുമ്പോൾ AC വോൾട്ടേജ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, അതിന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ടേംസ് പറയുന്നുണ്ട്, ടേംസ് അപ്പൊ രണ്ടും കൂടി നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ടേംസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ വരുന്നുണ്ടായിരിക്കാം നമ്മുടെ സാധാരണ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരിയഡ്, ടൈം പീരിയഡ്, ആവറേജ് വാല്യൂ, RMS വാല്യൂ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിക് ടേംസ് ആയിട്ട് നോക്കുന്നുണ്ടാവും അല്ലേ. ദെൻ 15th നമ്മൾ AC സർക്യൂട്ട്സ് ആണ്. AC സർക്യൂട്ട്സ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ 6 സർക്യൂട്ട് ആണ് നമ്മളോട് പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യാണ് സോറി 6 അല്ല, നമ്മളെ പ്യുവർ ഇൻഡക്ടൻസ്, പ്യുവർ കപ്പാസിറ്റൻസ്, പ്യുവർ റെസിസ്റ്റൻസ് സർക്യൂട്ട് ആണ് പറയുന്നത്, RLC സർക്യൂട്ട് അല്ലേ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ദെൻ RLCയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും RL, അതുപോലെ തന്നെ RCയും അതുപോലെ തന്നെ RSCയുമായിട്ട് വരുന്ന സർക്യൂട്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അതാണ് മൊഡ്യൂൾ 3യിൽ വരുന്നത്. 15ാമത്തെ ആ ഒരു ദിവസമായിട്ട് നമുക്ക് വരുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ 16 ആണെങ്കിൽ അതിന്റെ സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ടാവാം. 17 ആണെങ്കിൽ 3 ഫേസിനെ കുറിച്ച് അല്ലെ, സ്റ്റാറും ഡെൽറ്റയുമായിട്ട് ബന്ധപ്പെട്ട് 3 ഫേസ് ഇലക്ട്രിസിറ്റി എങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് 17 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. 18 ആണെന്നുണ്ടെങ്കിൽ ഈ 3ാമത്തെ മൊഡ്യൂളിന്റെ റിവിഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക കേട്ടോ. 3ാമത്തെ മൊഡ്യൂളിന്റെ റിവിഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക. ഇനിയിപ്പോ ഈ മൊഡ്യൂൾ 4 വരികയാണെങ്കിൽ അതും നമുക്കറിയാം എന്താണ് നമ്മുടെ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒരു 10 മാർക്കിന്റെ മൊഡ്യൂൾ ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മളെല്ലാ 10 മാർക്കിന്റെ മൊഡ്യൂളിനും 5 ദിവസം വെച്ചിട്ട് 5 ദിവസം വെച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ 2 മാർക്ക് എന്ന് പറഞ്ഞല്ലോ, 2 മാർക്ക് ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ ബന്ധപ്പെട്ട് നമുക്ക് അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കണം. അതായത് ഫസ്റ്റ് ഡേ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഈ കൺട്രോളിംഗ് ടോർക്ക്, അതുപോലെ തന്നെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം അതിന്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ടാവും കേട്ടോ. ഡേ 20 ആയിട്ട് നമുക്ക് അവിടെ വരുന്നുണ്ട് നമ്മുടെ പവർ മെഷർമെന്റ്, അതേപോലെ തന്നെ ഇപ്പൊ വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ് ഒക്കെ നമ്മളിപ്പോ ഈ ഇതിനകത്ത് പോകും കേട്ടോ. 19ാമത്തെ ദിവസം പോകും. 20ാമത്തെ ദിവസം പവർ മെഷർമെന്റ്, അതുപോലെ തന്നെ നമുക്കറിയാം ഈ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ് ഒക്കെ മെഷർ ചെയ്യാൻ നമ്മൾ ഒരുപാട് ബ്രിഡ്ജസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ബ്രിഡ്ജസിലൊക്കെ ഒന്ന് ഇറങ്ങി പോകണ്ട. ഓരോ ബ്രിഡ്ജസിന്റെ അതിന്റെ യൂസേജും കാര്യങ്ങളൊക്കെ വെച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിനകത്ത് പഠിച്ചു വെച്ച് പോകും കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡേ 20യിലായിട്ട് മൊഡ്യൂൾ 4നകത്ത് നമുക്ക് വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിച്ചു പോകുന്ന ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. ദെൻ 21st ഡേ ആയിട്ട് പവർ ഫാക്ടർ മീറ്റർ, സിംഗ്രോസ്കോപ്പ് തുടങ്ങി 2 മീറ്റർ ആണ് നമുക്ക് പറയുന്നത്. ദെൻ 22 ആയിട്ട് 22nd ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് TOD മീറ്റർ, CRO, മൾട്ടിമീറ്റർ തുടങ്ങിയുള്ള കാര്യം. 23rd ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഇൻസുലേഷൻ, മെഗർ, CT ആൻഡ് PT കേട്ടോ. ദെൻ 24th ഡേ ആയിട്ട് 4th മോഡ്യൂളിന്റെ റിവിഷൻ. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഞാനിപ്പോ ഈ 4th മോഡ്യൂളിന്റെ റിവിഷൻ എഴുതുമ്പോൾ ഞാൻ നേരത്തെ ഒക്കെ എഴുതിയിട്ടുണ്ട് റിവിഷൻ 2, റിവിഷൻ 3 എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. എന്താ റിവിഷൻ 3 എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്? റിവിഷൻ 3 എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എന്താണ് പഠിച്ചു പോകുന്ന റിവിഷൻ ഉണ്ട്. അതായത് ഓൾറെഡി നമ്മൾ ഒരു പഠിച്ചു വെച്ച മൊഡ്യൂൾ ഉണ്ട് അല്ലേ. അപ്പൊ ആ ജസ്റ്റ് മൊഡ്യൂൾ ഒന്നും കൂടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിവിഷനിക്കല്ല പറയുന്നത്, ജസ്റ്റ് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് നമ്മളിപ്പോൾ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് മാർക്ക്, നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ മൊഡ്യൂൾ 5 ആകുമ്പോൾ സേഫ്റ്റി ആണ് പറയുന്നുണ്ടാവുക. സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, സെൽസ് ആൻഡ് ബാറ്ററീസ്, കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബാറ്ററീസ്, സോളാർ സെൽസ് ആണ് നമ്മളെ മൊഡ്യൂൾ 5ൽ വരുന്നുണ്ടാവുക. അതും നമുക്കറിയാം 10 മാർക്കിന്റെ മൊഡ്യൂൾ തന്നെയാണ് അല്ലെ. 25th ഡേ മുതൽ 29th ഡേ വരെയാണ്. 29th ഡേ 13th ഡേയിൽ എന്ത് ചെയ്യാണ് അതിന്റെ റിവിഷനുമാണ് വരുന്നുണ്ടായിരിക്കും അല്ലെ. മൊഡ്യൂൾ 5 ആണ് കേട്ടോ. ഇതൊക്കെ മൊഡ്യൂൾ 5 തന്നെയാണ് വരുന്നുണ്ടാവുക, മൊഡ്യൂൾ 5ന്റെ ഭാഗമാണ്. ദെൻ മൊഡ്യൂൾ 5ന്റെ റിവിഷൻ ആണ് അവിടെ വരുന്നുണ്ടായിരിക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ മൊഡ്യൂൾ 4ൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് ഈ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോ ഒരു
ഇപ്പൊ ഇതേ സിലബസ് തന്നെയാണ് നമ്മൾ ഓപ്പറേറ്റർ എക്സാംസിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിലബസ് എന്ന് പറയും അല്ലേ. അപ്പൊ അവിടെയൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ IIT ലെവൽ ടെക്സ്റ്റ് ബുക്കിന് അനുസരിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. സാധാരണ ഈ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി സിമ്പിൾസ്, സേഫ്റ്റി സയൻസ് ഒക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷെ ഇതിനകത്ത് നമുക്ക് അങ്ങനെ വരാറില്ല. നമുക്ക് കൂടുതലായിട്ടും നമ്മളിപ്പോ ഒരു ഇൻസ്ട്രക്ടർ ലെവൽ എക്സാംസിന് വരുമ്പോൾ പ്രധാനമായിട്ടും സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറുള്ളത് കേട്ടോ. അതായത് നമുക്ക് പ്രധാനമായിട്ട് ഈ ഇലക്ട്രിക്കൽ സേഫ്റ്റി, ഇലക്ട്രിസിറ്റി ഷോക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം, എത്ര കറണ്ടിലാണ് ഷോക്ക് അടിക്കുന്നുണ്ടാവുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, അതിന് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് തന്നെ കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടത് കേട്ടോ. പിന്നെ സെൽസ് ആൻഡ് ബാറ്ററി ഉണ്ട്, കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബാറ്ററീസ് ഉണ്ട്. ഇപ്പോൾ ഈ സെൽസ് ആൻഡ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതിന്റെ കെയർ ആൻഡ് മെയിൻ്റെനൻസ് പഠിക്കണം. ജസ്റ്റ് അതിനകത്ത് എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒരു കാൽക്കുലേഷൻ നമുക്ക് വരുന്നുണ്ടായിരിക്കും, എങ്ങനെ സീരീസും പാരലലുമായിട്ട് നമുക്കൊരു പവർ റിക്വയർമെന്റ് നമുക്ക് ഉണ്ടാക്കാം അല്ലെ, ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ചോദിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. പിന്നെ സോളാർ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിച്ചു വെക്കാം. പിന്നെ മൊഡ്യൂൾ 4ന്റെ റിവിഷനും അതേപോലെ തന്നെ മൊഡ്യൂൾ 5ന്റെ റിവിഷനാണ് വരുന്നുണ്ടാവുക. മൊഡ്യൂൾ 4 ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണ്ട, ജസ്റ്റ് റിവൈസ് ചെയ്ത് പോവാ. മൊഡ്യൂൾ 5 ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക കേട്ടോ. ദെൻ 31 മുതൽ 35 വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, വയറിംഗ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് മൊഡ്യൂൾ 6 ആണ് നമുക്ക് പറയുന്നുണ്ടായിരിക്കുക. അതായത് മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് നമുക്ക് വയറിംഗ് ആക്സസറീസ് എന്ന് പറയുന്ന മൊഡ്യൂൾ ആണ് അല്ലെ. അപ്പൊ വേരിയസ് സിസ്റ്റംസ് ഓഫ് വയറിംഗ് സിസ്റ്റം പറയുന്നുണ്ട്, അതേപോലെ തന്നെ വയേഴ്സ് ആൻഡ് കേബിൾസ് പറയുന്നുണ്ടായിരിക്കും. കേബിളുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു കേബിൾ സെലക്ട് ചെയ്യുക. വയറിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് വയറിംഗ് സിസ്റ്റംസ് ഉണ്ട് അല്ലെ. നമ്മൾ ക്ലീറ്റ് വയറിംഗ്, കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് തുടങ്ങിയിട്ടുള്ള വയറിംഗ് സിസ്റ്റം ഒക്കെ. പിന്നെ നമുക്ക് സേഫ്റ്റി ആൻഡ് കൺട്രോളിംഗ് ഡിവൈസസിന്റെ കൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്വിച്ചുകളും അതുപോലെ തന്നെ ബ്രേക്കറുകളും തുടങ്ങിയുള്ള കാര്യം. പിന്നെ ഇലുമിനേഷൻ ഒരു ക്വസ്റ്റ്യൻസ് 2 വരാം, അതുപോലെ തന്നെ എർത്തിങ്ങും 2 ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇലുമിനേഷൻ പറയുമ്പോൾ ഒരുപാട് ടൈപ്സ് ഓഫ് ലാമ്പ് ഒന്നും നോക്കണ്ട, ജസ്റ്റ് ലാംപ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ എർത്തിങ് ആണെന്നുണ്ടെങ്കിലും കൂടുതൽ ഡെപ്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് എർത്തിങ് ആണ്, എവിടെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ജസ്റ്റ് പൈപ്പും പ്ലേറ്റും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ സ്ട്രിപ്പ്, റോഡ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ കൂടെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 6 വരുന്നുണ്ടാവുക. ദെൻ മൊഡ്യൂൾ 6ന്റെ റിവിഷനും അതേപോലെ തന്നെ എന്താണ് ഇവിടെ നമുക്ക് വീണ്ടും ഒന്നും കൂടി അപ്ഡേറ്റഡ് ആയിട്ടോ. അതായത് റിവിഷൻ 5 ആൻഡ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു, 5ന്റെ റിവിഷൻ നോക്കുന്നതിനെ കൂടെ തന്നെ ഫസ്റ്റിന്റെ റിവിഷനും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ജസ്റ്റ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്, ഒന്നും കൂടി റിവൈസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോരാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ മൊഡ്യൂൾ 7 എത്തുമ്പോൾ DC, കാരണം ഇപ്പോഴെത്തുമ്പോഴേക്കേ നിങ്ങൾ ഈ മൊഡ്യൂൾ 6ന്റെ റിവിഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഓൾറെഡി അത്രയും ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ഇനിയും ടൈം നിങ്ങൾക്ക് ബാക്കിയാവുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവും അവിടെ. കാരണം നിങ്ങൾക്ക് ആ ഒരു പഠിക്കുന്ന ട്രാക്കിലേക്ക് നിങ്ങൾ എത്തി, അതെന്ത് ചെയ്തു, ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവും കേട്ടോ. ഇനി 7th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 37ാമത്തെ ദിവസം തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 37ാമത്തെ ദിവസം തൊട്ട് 41ാമത്തെ ദിവസം വരെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ DC ജനറേറ്റർ, അതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ DC ജനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും പറയുന്ന കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ക്ലാസിഫിക്കേഷൻ, EMFification തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ EMFification ഒക്കെ നമ്മൾ എന്താണ് സെക്കൻഡ് ഡേയ്സിലാണ് നോക്കുന്നുണ്ടാവുക. ലാപ്പ്, വേവ്, ജോയിന്റ്, വൈൻഡിങ്സ് കൺസിഡർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ടായിരിക്കും. DC ജനറേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ കൺസ്ട്രക്ഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അറിയാം, ഷണ്ട്, സീരീസ് തുടങ്ങിയിട്ടുള്ള ജനറേറ്റർ ഒക്കെ വർക്കിംഗ് നമുക്ക് നോക്കാം അല്ലെ. ദെൻ DC മോട്ടോർ അങ്ങനെ തന്നെയാണ്, ഷണ്ട്, സീരീസ് തുടങ്ങിയിട്ടുള്ള മോട്ടോറുകളുടെ കൺസെപ്റ്റിലേക്ക് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ടോർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെ, TS ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5IA എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇക്വേഷൻസ് ഒക്കെ വെച്ച് നമുക്ക് ടോർക്ക്, സ്പീഡ്, കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സ്പീഡ് എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു EB ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 5 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. ആ ഒരു കൺസെപ്റ്റൊക്കെ നമുക്ക് അത് പഠിച്ചു കേട്ടോ. ദെൻ അവിടെ തന്നെ DC മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, ചെറിയ പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് 2 പോയിന്റ് സ്റ്റാർട്ടർ, 3 പോയിന്റ് സ്റ്റാർട്ടർ, 4 പോയിന്റ് സ്റ്റാർട്ടർ ഒക്കെ വർക്കിംഗ് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം അല്ലെ. ദെൻ 42 മുതൽ ഡേ 47 വരെ നമ്മൾ എന്ത് ചെയ്യാണ്, മൊഡ്യൂൾ 8 ആണ് നമ്മൾ നോക്കുന്നുണ്ടാവും അല്ലെ. 42ൽ നിങ്ങൾ എന്ത് ചെയ്തു, 42 അല്ല 43 മുതൽ കേട്ടോ. 42ൽ നിങ്ങൾ എന്ത് ചെയ്തു, റിവിഷൻ ചെയ്തു. 6ാമത്തെ 2ാമത്തെ മൊഡ്യൂൾ വീണ്ടും റിവൈസ് ചെയ്ത് പോകുന്നുണ്ടാവും അല്ലെ. ദെൻ 43 മുതൽ ട്രാൻസ്ഫോമർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, അതായത് നമ്മൾ AC ആട്ടോ വരും. അപ്പോൾ അവിടെ നിങ്ങൾ ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ ട്രാൻസ്ഫോമറിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമുക്ക് കുറച്ച് അധികം ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു മൊഡ്യൂൾ തന്നെയാണിത്. പക്ഷെ ഇതിന് നമ്മൾ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 10 മാർക്ക് തന്നെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ടോട്ടൽ എന്ത് ചെയ്യണം, കുറച്ച് ടൈം എടുത്തിട്ട് കൺസിഡർ ചെയ്ത് പഠിക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഈ സമയമൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോകുക. അതായത് ട്രാൻസ്ഫോമറായിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾ, ടൈപ്പ്, EMFification, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ലോസസ് ആൻഡ് എഫിഷ്യൻസി, ഓൾഡ് എഫിഷ്യൻസി, സിമ്പിൾ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഇനി 44ലേക്ക് വരുമ്പോൾ മൊഡ്യൂൾ 8 ആണ് നമുക്ക് വരുന്നത്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറുമായിട്ട് ബന്ധപ്പെട്ട്
മോട്ടറിന്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, സ്ലിപ്പ്, ടോർക്ക്, ലോസസ്, എഫിഷ്യൻസി തുടങ്ങിയുള്ള കാര്യങ്ങൾ. ദെൻ സ്പീഡ് കൺട്രോളും അതിന്റെ പവർ സ്റ്റേജ് തുടങ്ങിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം കേട്ടോ 45th ഡേയ്സിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അതായത് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ 2 ദിവസമാണ് എടുത്തുള്ളത്. ദെൻ 46th ആകുമ്പോൾ അവിടെ നമ്മൾ ഓൾട്ടർനേറ്ററും സിംഗ്രണസ് മോട്ടറും കൂടി ഒന്നിച്ചാണ് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓൾട്ടർനേറ്റർ കാരണം നിങ്ങൾക്ക് അറിയാം രണ്ടും സിംഗ്രണസ് എന്നുള്ള മെഷീൻസ് എന്നുള്ള കൺസെപ്റ്റാണ് നമുക്ക് വരുന്നുണ്ടാവുക അല്ലെ. ഓൾട്ടർനേറ്റർ അടുത്താണെങ്കിൽ കൺസ്ട്രക്ഷൻ, പ്രിൻസിപ്പിൾ, ഇഎംഎഫിക്കേഷൻ, ലോസസ് ആൻഡ് എഫിഷ്യൻസി ആണ് പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് സിംഗ്രണസ് മോട്ടർ എന്നുള്ള ജസ്റ്റ് 3 ഫേസ് സിംഗ്രണസ് മോട്ടർ എന്ന് മാത്രമേ നമ്മോട് പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ആ ഒരു കൺസെപ്റ്റിലാണ് വരുന്നുണ്ടാവും. പിന്നെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഉണ്ട്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, സിംഗിൾ ഫേസ് മോട്ടോർസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സിംഗിൾ ഫേസ് മോട്ടോർസ് ആണെങ്കിൽ FHP മോട്ടർ, അതിൽ പ്രധാനമായിട്ടും ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസ്, യൂണിവേഴ്സൽ മോട്ടറിന്റെ കേസ്, സ്പ്ലിറ്റ് ഫേസ് മോട്ടറിന്റെ കേസ്, സെർവോ മോട്ടർ, സ്റ്റെപ്പർ മോട്ടർ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുണ്ടാവും കേട്ടോ. ദെൻ ഇതൊരു ഞാൻ പറഞ്ഞ കുറച്ച് വലിയ മൊഡ്യൂളാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 3rd മൊഡ്യൂൾ എന്നൊക്കെ പറയുന്നത് ഈസി ആയിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും കുറച്ചുകൂടി ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് കേട്ടോ. കാരണം 10 മാർക്കിന് നമുക്ക് ഒരുപാട് ടോപ്പിക്സ്, ഒരുപാട് മിഷനറീസ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ 9ഉം 10ഉം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇലക്ട്രോണിക്സ് മൊഡ്യൂൾ ആണ്. നമ്പർ സിസ്റ്റവും അതുപോലെ തന്നെ ലോജിക് ഗേറ്റ്സ്, അതുപോലെ ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ്, ഓർ, നോട്ട്, ഗ്നാൻഡ്, നോർ തുടങ്ങിയുള്ള ലോജിക് ഗേറ്റുകൾ ഉണ്ടായിരിക്കും. ഡിമോർഗൻ തിയറം, ഹാഫ് ആർഡർ, ഫുൾ ആർഡർ, അതുപോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്സ്, രജിസ്റ്റർ, കൗണ്ടർ തുടങ്ങിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് സോൾഡറിംഗ് ടെക്നിക് തുടങ്ങിയുള്ള കാര്യങ്ങൾ. ദെൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൊഡ്യൂൾ 9ൽ 54th ഡേ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അല്ലെ. പിന്നെ നമ്മൾ 55th ഡേയിൽ റെക്ടിഫയേഴ്സ് തുടങ്ങിയിട്ട് അവിടെ UJT, FET, JFET തുടങ്ങിയ കാര്യങ്ങൾ, ട്രയാക്ക്, ഡയാക്ക്, IGBT, SCR തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. കാരണം കുറെ ഡെപ്തിലേക്ക് പോയിട്ട് ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ട് വർക്കിംഗ് ഒന്നും പഠിച്ചു വെക്കണ്ട. നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ബേസ് ചെയ്ത് പഠിച്ചു പോകുന്ന അത്രയും നമ്മൾ പഠിച്ചു പോകണ്ട കേട്ടോ. കാരണം ജസ്റ്റ് നമുക്കൊരു 10 മാർക്കിന്റെ മൊഡ്യൂളിൽ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇൻവെർട്ടർ, റെഗുലേറ്റർ, DC പവർ സപ്ലൈ ആൻഡ് ബാറ്ററി, UPS, ചാർജർ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് വരുന്നുണ്ടാവുക. ദെൻ ഇതിന്റെ റിവിഷനും അതിന്റെ 9ാമത്തെ 5ാമത്തെ മൊഡ്യൂളിന്റെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു കംപ്ലീറ്റ്നെസ് ആയി അല്ലെ, എല്ലാ കാര്യങ്ങളും ആയി. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാണ്, ഡേ ഒരു 61 മുതൽ 70 വരെ, അതായത് 10 ദിവസം ഓരോ മൊഡ്യൂളും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യണമെന്നില്ല, ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടാണെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തിട്ട് പോവുകയും ചെയ്യുക കേട്ടോ. അറ്റൻഡ് ചെയ്തിട്ടല്ല MCQ ചെയ്യണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അതായത് 61ാമത്തെ ദിവസം മുതൽ 70ാമത്തെ ദിവസം വരെ നമുക്ക് ഈ ഒരു റിവിഷന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ദെൻ 71 മുതൽ 80 വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഓരോ ദിവസം എന്ത് ചെയ്യാണ്, ആദ്യത്തെ 5 ദിവസങ്ങളിൽ MCQ 1 and 2ന്റെയും 3 and 4, 5 and 6, 7 and 8 and 9 and 10 എന്ന് പറയുന്ന മൊഡ്യൂളിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ ഇതുവരെ വർക്ക്ഔട്ട് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ കയ്യിൽ ചിലപ്പോൾ PDF ആയിട്ടുണ്ടാവും, PPT ആയിട്ടുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് നോട്ട് ചെയ്ത് പഠിച്ചു പോകണം. ഒപ്പം പ്രാക്ടീസ് ചെയ്യും വേണം. ഈ ഞാൻ പറഞ്ഞ നേരത്തെ ChatGPT, Gemini പോലത്തെ ആപ്പുകളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകാം കേട്ടോ. ഇനി അതല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് പോകാം. പക്ഷെ അതിന് നമ്മൾ ഒരു 5 ദിവസം അതിന് പറയുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രം പ്രീവിയസ് ആണെന്നുള്ള 5 എക്സാംസുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് പോവാം കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം ആ ഒരു 80 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ 80 ദിവസം കഴിഞ്ഞ് നമ്മൾ എക്സാം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്നും കൂടി റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ എത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് കൂടുതലായിട്ട് വരികയാണ് ചെയ്യുള്ളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫസ്റ്റ് അഡ്വൈസ് എന്നുള്ളതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലെ. അപ്പൊ അടുത്തൊരു സെഷനുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.